ഇനിയും വൈകിട്ടില്ല എന്ന കഥയുടെ തുടർഭാഗം. ആഞ്ഞിലിത്തറയിലെ സ്ഥിരം പണിക്കാരനും കാര്യസ്ഥനുമാണ് സാമുവേൽ. സാമുവേലിൻ്റെ അപ്പനപ്പൂപ്പന്മാർ തൊട്ടേ ആഞ്ഞിലിത്തറയിലെ ആശ്രിതരായിരുന്നു. സാമുവേലിൻ്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടായിരുന്നു ആഞ്ഞിലിത്തറക്കാർ കണ്ടിരുന്നത്, ലൈസാമയെ ഡേവിഡ് വിവാഹം കഴിക്കുന്നത് വരെ. ഒരുപാട് സ്വത്തുക്കളും സമ്പത്തുമൊക്കെയുള്ള ആഞ്ഞിലിത്തറയിലെ കാരണവർക്ക് മകനായ ഡേവിഡിനെ സാധാരണക്കാരിയായ ഒരു പെണ്ണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് ലൈസാമയെ ഡേവിഡിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. വീട്ടിലെ കാര്യസ്ഥനായ സാമുവേലിൻ്റെ അയൽക്കാരിയായിരുന്നു ലൈസാമ. അതുവരെ സാമുവേൽ ഇച്ചായ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ലൈസാമ വിവാഹം കഴിഞ്ഞത് മുതൽ എടോ സാമുവേലേ എന്നാക്കി. ഓന്തിനെപ്പോലെ രീതിയും ഭാവവും മാറി. അവരുടെ വീട്ടിൽ വിറക് കീറിയും വെള്ളം കോരിയും കഷ്ടപ്പെട്ടും ജീവിച്ച ലൈസാമയ്ക്ക് ഒന്നനങ്ങണമെങ്കിൽ വേലക്കാർ വേണ്ടതായിട്ട് വന്നു. പലപ്പോഴും തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ വരുന്ന സാമുവേലിനെയും അപ്പച്ചനെയും ഭരണം തുടങ്ങി. ആ വീട്ടിലൊരു ഇല ചലിക്കണമെങ്കിലും ലൈസാമ അറിഞ്ഞിരിക്കണം എന്നായി. ഒരു പട്ടിയെപ്പോലെയാണ് ലൈസാമ സാമുവേലിനെയൊക്കെ പിന്നീട് കണ്ടത്. എന്തു ചെയ്യും, അവരുടെ വിവരക്കേടായി കണ്ടാൽ മതിയെന്ന് ഒരിക്കൽ ഡേവിഡ് സാമുവേലിനോട് പറഞ്ഞു. സാമുവേലിൻ്റെ മകൻ സാമും ഡേവിഡിൻ്റെ മകൻ അലക്സും ഒരേ പ്രായക്കാരാണ്. അവധി ദിവസങ്ങളിൽ പണിസ്ഥലത്ത് സാമും അപ്പനോടൊപ്പം വരും. ലേഖയ്ക്ക് സാമിനെ വലിയ ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ലേഖയോടൊപ്പം സാം കളിക്കും. ലേഖയുടെ സഹോദരന്മാരെക്കാൾ ലേഖയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ സാമിനായിരുന്നു. സത്യം പറഞ്ഞാൽ ലേഖ പഠിക്കാൻ അത്ര സമർത്ഥയൊന്നുമായിരുന്നില്ല. അവധി ദിവസങ്ങളിൽ ലേഖയുടെ നോട്ടെല്ലാം ചെയ്തു കൊടുക്കുന്നതും സാമായിരുന്നു. ആ അടുപ്പം പ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു. രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ അടുത്തു. ലൈസാമയ്ക്കും ആൺമക്കൾക്കും സാമിനെ ഒരു വേലക്കാരനായാണ് കണ്ടിരുന്നത്. ഡേവിഡിനും ലേഖയും നേരെ തിരിച്ചും. സാം പഠിക്കാൻ ബഹുസമർത്ഥനായിരുന്നു. സാമിന് ചെറുപ്പം മുതലേ പഠിച്ചൊരു ജോലി നോക്കണമെന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ. അതിന് പിന്നിൽ ഒരു കാര്യം കൂടിയുണ്ട്. പഠിച്ചൊരു നല്ല ജോലിയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ലേഖയെ കല്യാണം കഴിക്കാം. ഇതായിരുന്നു സാമിൻ്റെ സ്വപ്നം. ലേഖ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ലേഖയ്ക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. സാമ്പത്തികമായി ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് സാമ്പത്തികമായി നല്ല നിലയിലുള്ളവരുടെ ആലോചനകളാണ് വരുന്നത്. ലേഖയുടെ മനസ്സിൽ മറ്റൊരാൾ ഉള്ളതുകൊണ്ട് ലേഖ തനിക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ആങ്ങളമാരുടെ വിവാഹം കഴിഞ്ഞ് മതി തനിക്ക് വിവാഹം. ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. ഒരു ദിവസം സാമിനോട് സാമുവേൽ പറഞ്ഞു, അവനവന് അർഹിക്കുന്നതേ ആശിക്കാവൂ. അതുകൊണ്ട് മോൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോൻ അതങ്ങ് മറന്നേക്ക്. അവനൊന്നും മിണ്ടിയില്ല. സാമുവേലിൻ്റെ ഉള്ളിൽ തീയാണ്. ഇതെങ്ങാനും ആഞ്ഞിലിത്തറക്കാർ അറിഞ്ഞാൽ കുഴിച്ചു മൂടും. അവരുടെ കാറ്റടിക്കാൻ പോലുമുള്ള യോഗ്യത നമുക്കില്ല. അങ്ങനെയിരിക്കെ അലക്സിൻ്റെ വിവാഹം ഒരു അബ്കാരി കോൺട്രാക്ടറുടെ മകളുമായി നടത്താൻ തീരുമാനിച്ചു. ഡേവിഡിന് താല്പര്യമില്ലായിരുന്നു. അലക്സിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ ലോഹ്യമാണ്. ലൈസാമയ്ക്ക് പണം മാത്രം മതി, കുടുംബം ഒന്നും പ്രശ്നമല്ല. അങ്ങനെ ആ വിവാഹം നടന്നു. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.